കേരളത്തിൽ പോലീസ് ഗുണ്ടാരാജെന്ന CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ. കുണ്ടറയിലെ യുവാവിന്റെ മരണം CBI അന്വേഷിക്കണം. TG മോഹൻദാസിനെതിരെ കേസെടുക്കാൻ സതീശൻ സർക്കാർ മടിച്ചു നിൽക്കുകയാണെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. കട്ടിൽ നോക്കി രോഗികളെ തീരുമാനിച്ചാൽ മതിയെന്നാണ് കെ മുരളീധരൻ പറയുന്നതെന്നും ഇത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കുണ്ടറയിലെ യുവാവിന്റെ മരണം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കേരളത്തിൽ പോലീസ് ഗുണ്ടാരാജാണെന്ന് വിമർശനം ഉന്നയിച്ചു. പോലീസിന്റെ ഗുണ്ടാരാജാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ പല മേഖലയിലും വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ച യുവാവ് വാരിയിൽ തകർന്ന് മരിച്ച വാർത്ത 40 ദിവസത്തിന് ശേഷം പുറത്തു വന്നത്. കുടുംബാംഗങ്ങൾ താണുകേണ് പറഞ്ഞിട്ടും നിരപരാധിയായിട്ടുള്ള സിയാദിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത്. TG മോഹൻദാസിന്റെ പരാമർശത്തിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ രംഗത്തു വരണം. ജനാധിപത്യപരമായി സമാധാനപരമായി പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുത്ത VD സതീശൻ സർക്കാർ TG മോഹൻദാസിനെതിരെ കലാപാഹാരം നടത്തിയിട്ടുള്ളവർക്കെതിരെ ഇപ്പോഴും കേസെടുക്കാൻ മടിച്ചു നിൽക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഇവിടെ VD സതീശന് ഇന്ത്യയിലാകെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ, അതിൻ്റെ ഭാഗമായ അടിച്ചമർത്തലുകൾക്കൊപ്പം ചേർന്ന് മുമ്പോട്ടേക്ക് പോകാൻ ഉള്ള മനസ്സാണുള്ളത് എന്ന് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാവുന്നത്. ആരോഗ്യമന്ത്രി കെ മുരളീധരനെതിരെ അതിരൂക്ഷ വിമർശനമാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. മന്ത്രി പറയാണ്, ആശുപത്രിയിൽ ചികിത്സിക്കാൻ വരുന്ന മുഴുവൻ ആളുകളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടതില്ല എന്ന ഒരു പുതിയ തിയറി അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുകയാണ്. കട്ടിൽ നോക്കി രോഗികളെ തീരുമാനിച്ചാൽ മതി. എത്രയാണോ കട്ടിലുള്ളതിന് അത്ര മാത്രമേ രോഗികൾ കൊണ്ടു. സാധാരണക്കാരായ ജനങ്ങൾക്ക് ചികിത്സ ലഭിക്കാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കുറച്ചുകൂടി ദിവസം കഴിയുമ്പോഴേക്ക് അതൊരു വലിയ സ്ഫോടനാത്മകമായ അവസ്ഥയിലേക്ക് കേരളത്തിലെത്തും, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.